ഹായ് ഹലോ നമസ്കാരം. ഭിഷിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു കൃതികൾ റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു മോക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെന്തായാലും തൊട്ടടുത്ത ക്ലാസ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ കേരള നവോത്ഥാനം കൃതികളുടെ മോക്ക് ടെസ്റ്റാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ 10 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. ആ 10 ക്വസ്റ്റ്യൻസിനകത്ത് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം മോക്ക് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പലരും കമൻറ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. എന്തിനാണ് മടിക്കുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. ഇവിടെ നിങ്ങൾക്ക് എന്താണ് അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ തരുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് നേരെ ഇതിലെ മോക്ക് ടെസ്റ്റിലേക്ക് കടന്നാലോ. നോക്കുക, കാളി നാടകം എന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ ആരാണ്? കാളി നാടകം എന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാളി നാടകം അയ്യങ്കാളി, കുമാരനാശാൻ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു. ഓക്കെ, ഏതാണ് കാളി നാടകം എന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ? അയ്യങ്കാളി, കുമാരനാശാൻ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു. ആരാണ് എന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ടുള്ള കൃതികൾ റിലേറ്റ് ചെയ്ത് മാത്രമാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് പോകുന്നത്. അടുത്തത്, നളാഗമങ്ങൾ എന്നത് ആരുടെ കൃതിയാണ്? നളാഗമങ്ങൾ എന്നത് ആരുടെ കൃതിയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃതിയാണ് കേട്ടോ ഇത്. നളാഗമങ്ങൾ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യങ്കാളി, പൊയ്കയിൽ യോഹന്നാൻ. ഏതൊക്കെയാണ്? ചട്ടമ്പി സ്വാമികൾ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യങ്കാളി, പൊയ്കയിൽ യോഹന്നാൻ. ആരുടെയാണെന്നുള്ളത് എഴുതുക. അടുത്ത് നോക്കൂ, 3, ചുവടെ കൊടുത്ത കൃതികളിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചുവടെ കൊടുത്തിട്ടുള്ള കൃതികളിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിസ്തുമത സാരം, രാമായണം പാട്ട്, പഴനി ദൈവം, എൻ്റെ കാശി യാത്ര. ഓക്കെ, എന്താണ്? ക്രിസ്തുമത സാരം, രാമായണം പാട്ട്, പഴനി ദൈവം, എൻ്റെ കാശി യാത്ര. ഇതിൽ നിന്ന് ആരുടെയാണ്? ചുവടെ കൊടുത്ത കൃതികളിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തിരഞ്ഞെടുത്തോളൂ. ഓക്കെ അല്ലേ. അടുത്തത് നോക്കൂ, 4-മത്തെ, ചുവടെ തന്നിട്ടുള്ള കൃതികളിൽ ബ്രഹ്മാനന്ദ ശിവയോഗി രചിക്കാത്ത കൃതി ഏത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ചുവടെ തന്നിട്ടുള്ള കൃതികളിൽ ബ്രഹ്മാനന്ദ ശിവയോഗി രചിക്കാത്ത കൃതി ഏത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലാത്ത കൃതി ഏത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആനന്ദഗാനം, ആനന്ദ ഗുരുഗീത, ആനന്ദ കുമ്മി, ആനന്ദ ലഹരി. അപ്പോൾ ഇതിൽ ഈ പറയുന്നതിൽ ആരുടെ? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ അല്ലാത്ത കൃതി ഒരെണ്ണമുണ്ട്. അത് ഏത് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4-മത്തെ. ഓക്കെ, അടുത്ത 5ലേക്ക് കിടക്കാം. നോക്കൂ, തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റായ ജോഡി എന്ന് പറയുമ്പോൾ ഇവിടെ ശിവയോഗ വിലാസം, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, യജമാനൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ മാസികകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏതാണ്? ശിവയോഗ വിലാസം, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, യജമാനൻ എന്ന് പറയുന്ന മാസികകളും അവ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വർഷങ്ങൾ നോക്കൂ. അവ ആരംഭിച്ചിട്ടുള്ള വർഷങ്ങൾ 1914, 1920, 1929, 1939 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് തെറ്റായ ജോഡി ഒരെണ്ണമുണ്ട്. അത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കുക. എന്നിട്ട് ഈ പറഞ്ഞ മാസികകളും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വർഷവും ഏതാണ് കറക്റ്റ് നോക്കുക. എന്നിട്ട് അതിനകത്ത് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഓക്കെ, അടുത്ത 6-മത്തെ നോക്കൂ, ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, KP കറുപ്പൻ, നടരാജഗുരു. അപ്പോൾ ഇവരിൽ ആരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? അടുത്തത് 7, പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും. എന്താണ്? പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ്? MK സാനു, വിദ്യാനന്ദൻ, ഗോപിനാഥ് പനങ്ങാട്, തങ്കപ്പൻ പുയ്യപ്പള്ളി. നോക്കുക, എന്താണ് ചോദ്യം? പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും അതുപോലെ പോരാട്ടവും അല്ലേ. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കർത്താവ് MK സാനു ആണോ, വിദ്യാനന്ദനാണോ, ഗോപിനാഥ് പനങ്ങാടാണോ, തങ്കപ്പൻ പുയ്യപ്പള്ളിയാണോ? നോക്കുക. ഓക്കെ, അടുത്തത് നോക്കൂ, വേറിട്ട് നിൽക്കുന്ന കൃതി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വേറിട്ട് നിൽക്കുന്ന കൃതി. ഓക്കെ, ഒറ്റയാനെ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. മണിമാല, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പുഷ്പവാടി, ദീപാവലി. നോക്കുക, മണിമാല, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പുഷ്പവാടി, ദീപാവലി. നോക്കുക, ഇതിലേതാണെന്നുള്ളത് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക. ഏതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, അതിൻ്റെ കാരണമൊക്കെ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എഴുതുക.
അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. 1919 കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച നാടകകൃതി ഏതാണ്? എന്താണ്? 1919 കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച നാടകകൃതി ഏതാണ്? ബാലകലേശം, ആചാരഭൂഷണം, ലങ്കാമർദ്ദനം, ജാതിക്കുമ്മി. എന്താണ്? ബാലകലേശം, ആചാരഭൂഷണം, ലങ്കാമർദ്ദനം, ജാതിക്കുമ്മി. ഏതാണ്? ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഋതുമതി എന്ന നാടകം രചിച്ചത് ആരാണ്? ഋതുമതി വളരെ കൺഫ്യൂസ് ആക്കുന്നതും എന്നാൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണിത്. ഋതുമതി എന്ന് പറയുന്ന നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്, MR ഭട്ടതിരിപ്പാട്, VP ഭട്ടതിരിപ്പാട്, MP ഭട്ടതിരിപ്പാട്. ഇവരിൽ ആരാണ് ഋതുമതി എന്ന് പറയുന്ന നാടകം രചിച്ചത്? ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ നോക്കി. കൃതികൾ റിലേറ്റ് ചെയ്തിട്ടാണ് പല നവോത്ഥാന നായകന്മാരുടെയും കൃതികൾ നമ്മളിവിടെ പഠിച്ചു നോക്കി. ഓക്കെ, ഇനി ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. എങ്ങനെയാണ് ആൻസറിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. കൃത്യമായിട്ട് മാർക്ക് നോക്കുക. ഓക്കെ അല്ലേ? നോക്കുക. കാളി നാടകം എന്ന് പറയുന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ ആരാണ്? കാളി നാടകം, അയ്യങ്കാളി. കാളി എന്ന് പറയുമ്പോൾ വേഗം അയ്യങ്കാളിയിലേക്ക് നിങ്ങൾ പോകും. ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് തന്നെയാണ്, ഓപ്ഷൻ എഴുതി അങ്ങനെ തന്നെയാണ്. കാളി നാടകം, അയ്യങ്കാളി എന്ന് എഴുതിയവരുണ്ടാവും അല്ലേ? തെറ്റാണ്. നോക്കുക. ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ഏതെന്ന് പറയുന്നത്? കാളി നാടകം എന്ന് പറയുന്ന കൃതി. ഓക്കെ, കാളി നാടകം എന്ന് പറയുന്ന കൃതി ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം D ആണ്. അടുത്ത 2 നളാഗമങ്ങൾ. ഒരുപാട് തവണ പരീക്ഷയിലായാലും അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ? പരീക്ഷയിലും അല്ലാതെ നമ്മൾ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നവോത്ഥാന ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നളാഗമങ്ങൾ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അഥവാ ചാവറയച്ചൻ്റെയാണ് നളാഗമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ B ആണ്. അടുത്ത 3 ചുവടെ കൊടുത്തിരിക്കുന്ന കൃതികളിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ നോക്കുക. ക്രിസ്തുമത സാരം, രാമായണം പാട്ട്, പഴനി ദൈവം, എൻ്റെ കാശിയാത്ര. മിക്കവരും ചിലപ്പോൾ ഏതിലേക്ക് പോയിട്ടുണ്ടാവും അറിയോ? ഒന്നില്ലെങ്കിൽ രാമായണം പാട്ട് എഴുതിയവരുണ്ടാവും, പഴനി ദൈവം കുറച്ച് പേരെന്തായാലും എഴുതും, അതല്ലെങ്കിൽ എൻ്റെ കാശിയാത്ര എഴുതിയവരുണ്ടാവും. പക്ഷേ ഈ ക്രിസ്തുമത സാരത്തിലേക്ക് പോകില്ല. കാരണം ഇത് ചട്ടമ്പി സ്വാമികളാണല്ലോ. അദ്ദേഹം എങ്ങനെയാണ് ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ടതെന്നല്ലേ? പക്ഷേ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ A ക്രിസ്തുമത സാരമാണ്. ഓപ്ഷൻ A ക്രിസ്തുമത സാരമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതി. ഈ പറയുന്ന 4-ൽ അതായത് ക്രിസ്തുമത സാരം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെയാണ്. ബാക്കി രാമായണം പാട്ടായാലും പഴനി ദൈവമായാലും എൻ്റെ കാശിയാത്രയായാലും അത് ആരുടെയാണെന്ന് ചോദിച്ചാൽ തൈക്കാട് അയ്യ. ഓക്കെ, തൈക്കാട് അയ്യയുടെയാണ് ഏതെന്ന് പറയുന്നത്? രാമായണം പാട്ട്, പഴനി ദൈവം, എൻ്റെ കാശിയാത്ര തുടങ്ങിയവ ആരുടെ കൃതികളാണ്? തൈക്കാട് അയ്യയുടെയും ക്രിസ്തുമത സാരം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെയുമാണ്. ഓക്കെ, അടുത്തത് 4ാമത്തെ നോക്കൂ. ചുവടെ തന്നിട്ടുള്ള കൃതികളിൽ ബ്രഹ്മാനന്ദ ശിവയോഗി രചിക്കാത്ത കൃതിയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേത് അല്ലാത്തതാണ് അല്ലേ? ആനന്ദഗാനം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ആനന്ദ ഗുരുഗീത അതും ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ആനന്ദകുമ്മി ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. എന്നാൽ ആനന്ദലഹരി ആരുടെയാണ്? അത് ആനന്ദലഹരി ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതല്ല, അത് ശങ്കരാചാര്യരുടെയാണ്. ഓക്കെ, ശങ്കരാചാര്യരുടെയാണ്. അപ്പോൾ നമുക്ക് അല്ലാത്തതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ശിവയോഗി രചിക്കാത്തതാണ് പറഞ്ഞിട്ടുള്ളത്. രചിക്കാത്തത് ഓപ്ഷൻ D ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ D ആണ് ഇവിടെ ശരിയുത്തരം. ഇനി ഇതൊന്നും പോയി എഴുതാൻ നിൽക്കേണ്ട, അത് ഞാൻ വായിച്ച് കളയാം. ഓക്കെ, രചിക്കാത്ത ഏതാണ്? ഇതാണ്. അപ്പോൾ ആനന്ദഗാനമായാലും ആനന്ദ ഗുരുഗീതയായാലും ആനന്ദ കുമ്മിയായാലും ആരുടെയാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ശങ്കരാചാര്യരുടെയാണ്. ആനന്ദലഹരി. അടുത്ത 5 തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാൻ പറ്റുള്ളത്. തെറ്റായ ജോഡി എന്ന് പറയുമ്പോൾ ഒരു തെറ്റായ ജോഡി ഉണ്ടാവുള്ളൂ അല്ലേ? ബാക്കിയൊക്കെ ശരിയായിരിക്കുമല്ലോ. നോക്കുക. ശിവയോഗ വിലാസം എന്ന് പറയുന്ന മാസിക 1914 പുറത്തിറക്കിയിട്ടുള്ളത്. ആണോ അല്ലയോ? അതെ, 1914. നിങ്ങൾക്ക് പഠിച്ചവർക്ക് അറിയാം 1914. അപ്പോൾ ഈ ഒരു പ്രസ്താവന ശരിയാണ് അല്ലേ? പ്രസ്താവന നല്ല ഒരു ജോഡി ശരിയാണ്. ശിവയോഗ വിലാസം 1914. ഇനി അഭിനവ കേരളം അല്ലേ? അഭിനവ കേരളം എന്ന് പറയുന്ന മാസിക 1920 അല്ല, അത് 1921. 1921. അപ്പോൾ നമ്മുടെ ഉത്തരം തെറ്റായ ജോഡി എന്ന് പറയുന്നത് അഭിനവ കേരളമാണ്. അത് 1920 അല്ല, 1921. ഇനി ആത്മവിദ്യാ കാഹളമാണെങ്കിൽ അത് 1929. 1929 ആത്മവിദ്യാ കാഹളം. 1929. യജമാനൻ എന്ന് പറയുന്ന മാസിക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഈ പഠിച്ചിരുന്നില്ല. യജമാനൻ എന്ന് പറയുന്ന വാഗ്ബടാനത്തിനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച സമയത്ത് യജമാനൻ എന്ന് പറയുന്ന ഒരു മാസിക നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. 1938 തെറ്റായി തന്നിട്ട് 39 ശരിയെന്ന് പറഞ്ഞില്ലേ അല്ലേ? നോക്കുക, 1939. അപ്പോൾ അതും ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ തെറ്റായ ജോഡി എന്ന് പറയുന്ന അഭിനവ കേരളമാണ്. അത് 1921 വന്നിട്ടുള്ള മാസികകൾ. അപ്പോൾ ഈ ഓരോ മാസികകളും അത് പുറത്തിറക്കിയ വർഷമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? അത് നോക്കുക.
ഓക്കെ അല്ലേ? ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സഹോദരൻ അയ്യപ്പൻ, സ്വദേശാഭിമാൻ രാമകൃഷ്ണപിള്ള, കെ പി കറപ്പൻ അല്ല. നിങ്ങൾ ചിലർ കെ പി കറപ്പനിലേക്കൊക്കെ പോവും. അത് നമ്മുടെ നടരാജ ഗുരുവാണ് ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ നടരാജ ഗുരുവാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത് നോക്കൂ 7. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കർത്താവ്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന് പറയുന്ന ആരുടെയാണ്? ഗോപിനാഥ് പനങ്ങാട്. ഓപ്ഷൻ സി ഗോപിനാഥ് പനങ്ങാടാണ് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന് പറയുന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്. അടുത്ത് നോക്കൂ 8ാമത്തത് വേറിട്ട് നിൽക്കുന്ന കൃതി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വേറിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അത് നോക്കുക. മണിമാല ആരുടെയാണെന്നറിയോ? അതല്ലെങ്കിൽ ഗ്രാമവൃക്ഷത്തിലെ കോയിൽ ആരുടെയാണെന്നറിയോ? പുഷ്പവാടി ആരുടെയാണെന്നറിയോ? ദീപാവലി ആരുടെയാണെന്നറിയോ? ഇതൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ആരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നോക്കുക, മണിമാലയായാലും അതുപോലെ തന്നെ ഗ്രാമവൃക്ഷത്തിലെ കോയിലായാലും പിന്നെയോ പുഷ്പവാടി ആയാലും ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് കുമാരനാശാൻ്റെയാണ്. ഓക്കെ, കുമാരനാശാൻ്റെയാണ്. ഇനി ഇവിടെ ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദീപാവലി എന്ന് പറയുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളത് വേറിട്ട് നിൽക്കുന്നത് അതാരുടെയാണെന്ന് ചോദിച്ചാൽ അത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെയാണ്. അപ്പോൾ അതാണ് വേറിട്ട് നിൽക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. മണിമാല, ഗ്രാമവൃക്ഷത്തിലെ കോയില്, പുഷ്പവാടിയിലെ വനമാല, ഇതൊക്കെ ആരുടെയാണ്? വീണപൂവ്, വനമാല, മണിമാല അല്ലേ? ഗ്രാമവൃക്ഷത്തിലെ കോയിൽ, അങ്ങനെ ഇതൊക്കെ ആരുടെയാണ്? കുമാരനാശാൻ്റെ ഒരുപാട് കൃതികളില്ലേ? ലീല, നളിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൃതികളുണ്ട് അല്ലേ? ചണ്ടാല ഭിക്ഷുകി, ഇതൊക്കെ ആരുടെയാണ്? കുമാരനാശാൻ്റെയാണ്. അപ്പോൾ ഇതൊക്കെ കുമാരനാശാൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കൃതികളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, പുഷ്പവാടി ഇതൊക്കെ കുമാരനാശാൻ്റെയാണ്. ദീപാവലി കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെയാണ്. അപ്പോൾ അത് മനസ്സിലായാലേ വേറിട്ട് നിൽക്കുന്നത് ഏതാണ് എന്തുകൊണ്ടാണെന്നുള്ളത്. ഓക്കെ, അടുത്ത് നോക്കൂ 9. 1919 കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച നാടകകൃതി ഏത്? അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ നാടകം മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതികളാണ് അല്ലേ? ഏത്? ബാലകലേശമായാലും ആചാരഭൂഷണമായാലും ലങ്കാമർദ്ദനമായാലും ജാതിക്കുമ്മിയായാലും പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. ഇതിൽ നമ്മളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് 1919 കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച നാടകകൃതി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷൻ എ ബാലകലേശമാണ് കേട്ടോ. ഓപ്ഷൻ എ ബാലകലേശം. ഇനി അടുത്ത് നോക്കൂ 10ാമത്തത് ഋതുമതി എന്ന് പറയുന്ന നാടകം രചിച്ചത് ആര്? ഋതുമതി എന്ന് പറയുന്ന നാടകം. അപ്പോൾ നിങ്ങൾ ഒരു ഭട്ടതിരിപ്പാട് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം അല്ലേ? അപ്പോൾ ഇതിനകത്ത് നോക്കുക, VT ഭട്ടതിരിപ്പാടുണ്ട്, MR ഭട്ടതിരിപ്പാടുണ്ട്, VP ഭട്ടതിരിപ്പാടുണ്ട്, MP ഭട്ടതിരിപ്പാടുണ്ട്. ഇവിടെ നോക്കുക, ഇത് ഇവിടെ തന്നെ പഠിച്ചു പോകണം കേട്ടോ. കുറേ പേർക്ക് അറിയായിരിക്കും, സിമ്പിളായുള്ളവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളൂ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ. അല്ലാത്തവരൊന്ന് ശ്രദ്ധിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഋതുമതി എന്ന് പറയുന്ന നാടകം അല്ലെ, 3 നാടകങ്ങളുണ്ട്. ആ 3 നാടകങ്ങളും അത് രചിച്ച ആൾക്കാരെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഋതുമതി എന്ന് പറയുന്ന നാടകം രചിച്ചത് നമ്മുടെ ഇവിടുത്തെ ഉത്തരം MP ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, MP ഭട്ടതിരിപ്പാടാണ് എന്ത്? ഋതുമതി എന്ന് പറയുന്നത്. ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകമുണ്ട്. അത് VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം. ഓക്കെ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നിങ്ങൾക്കറിയാം, അത് VT ഭട്ടതിരിപ്പാടാണ്. ഇനി മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. ഓക്കെ, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് പറയുന്നത് ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് MR. മറക്കുടയ്ക്കുള്ളിൽ. ഓക്കെ, മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം എന്ന് പറയുന്ന ആ ഒരു നാടകം ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് MR ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ സാറേ VP ഭട്ടതിരിപ്പാട് എന്താണെന്ന് ചോദിക്കണം. അത് ജസ്റ്റ് ഞാനൊരു ഓപ്ഷന് വേണ്ടിയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 എണ്ണം VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, MR ഭട്ടതിരിപ്പാടിൻ്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, അടുത്തത് ഋതുമതി എന്ന് പറയുന്നത് MP ഭട്ടതിരിപ്പാട്. ഇത് 3 നാടകങ്ങളാണ്. ഇത് 3 രചിച്ചിട്ടുള്ളത് ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നതിൽ അവസാനിക്കുന്ന പേരാണെങ്കിലും ഒന്ന് VT ഭട്ടതിരിപ്പാട്, ഒന്ന് MR ഭട്ടതിരിപ്പാട്, ഒന്ന് MP ഭട്ടതിരിപ്പാട്. മാറിപ്പോകരുത്. VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകമാണെങ്കിൽ MR ഭട്ടതിരിപ്പാട് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് പറയുന്നതും, എന്നാൽ MP ഭട്ടതിരിപ്പാട് ഋതുമതി. ഇത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്തോ. VT ഭട്ടതിരിപ്പാട് നിങ്ങൾക്ക് അറിയായിരിക്കും. ബാക്കി 2 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഋതുമതിയും MR ഭട്ടതിരിപ്പാടിൻ്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകവും അതുപോലെ തന്നെ MP ഭട്ടതിരിപ്പാടിൻ്റെ ഋതുമതിയും. അത് എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. കാരണം ഇവിടെ ഞാനൊരു ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അത് കൺഫ്യൂഷൻ ഓൾറെഡി പഠിച്ചു വെച്ചവരുണ്ടാവും. അപ്പോൾ നമ്മുടെ ഉത്തരം ഇവിടെ ഋതുമതി MP ഭട്ടതിരിപ്പാടാണ്. അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു നമ്മുടെ സിലബസിലുള്ള സബ്ജക്റ്റിൻ്റെ മോക്ക് ടെസ്റ്റ് നമുക്ക് ആ ഒരു സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റ് നമുക്ക് എടുത്ത് ചെയ്യാം. എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്